2017 ഒരു പ്രീവിയസ് ചോദ്യം നോക്കാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിഷ്ടം 3 വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്നല്ലേ? മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത് 100 മുതലാണ് അല്ലെ? പിന്നെ അത് എവിടെ വരെ പോകുന്നുണ്ട്? 999 വരെ പോകുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് മൂന്നക്ക സംഖ്യകളുടെ ടോട്ടലുള്ള. ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ആദ്യത്തെ നമ്പർ 7 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. 100നെ 7 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ നമുക്ക് 1 7 ബാക്കി 3 0 4 7 28 ശിഷ്ടം വരുമ്പോൾ നമുക്ക് 2 കിട്ടും. ഈ 2 ശിഷ്ടം വന്നേ 3 ശിഷ്ടം നമുക്ക് വരേണ്ടതെങ്കിൽ ഈ 2 എത്ര കൂടെ കുട്ടികളാണ് 3 വരുന്നത്? +1 ചെയ്താൽ നമുക്ക് ഇവിടെ 3 ശിഷ്ടം വരും. ആ 1 തന്നെ നമ്മൾ ഈ 100നോടും കൂട്ടണം. +1 അതായത് 101 3 ശിഷ്ടം വരുന്ന സംഖ്യ 7 കൊണ്ട് ഹരിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ആദ്യത്തെ സംഖ്യ 101. ഇനി 7 കൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ 7 നമ്മുടെ ഇവിടുത്തെ പൊതുവ്യത്യാസം. അപ്പൊ അടുത്തത് 7 കൂടെ കൂട്ടിയ 108 വരും. പിന്നെ 7 കൂടെ കൂട്ടി അങ്ങനെയാണ് സംഖ്യകൾ പോകുന്നത്. ഓരോ പദങ്ങളാണിത്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയിലെ ഓരോ പദങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 1-ാം പദം, ഇത് 2-ാം പദം, ഓരോന്നും 7 കൂട്ടി കൂട്ടി പോകണം എക്സെട്ര. ഇനി ലാസ്റ്റ് പദം നമുക്ക് കിട്ടണം. അത് മൂന്നക്ക സംഖ്യയുടെ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 999 ആണ്. അതിനെ നമ്മൾ 7 കൊണ്ട് ഹരിച്ച് നോക്കാം. എന്താ കിട്ടുന്നത്? 7 കൊണ്ട് ഹരിച്ച് നോക്കുമ്പോൾ 1 7 2 9 4 7 28 1 ശിഷ്ടം വന്നു 9 1 7 2 7 14 3 7 21 ആയിപ്പോ. അപ്പം 2 7 14 നമുക്ക് എന്താ കിട്ടി? 5 ശിഷ്ടം കിട്ടി. നമുക്ക് ശിഷ്ടം കിട്ടേണ്ടത് 3 ആണ്. 5 നമുക്ക് ശിഷ്ടം കിട്ടിയത്. അപ്പൊ അത് 3 ആണ്. എന്ത് ചെയ്താൽ മതി? 2 കുറച്ചാൽ മതി 3 ആണെങ്കിൽ. അപ്പൊ അതേ 2 തന്നെ നമ്മൾ ഇവിടെയും കുറയ്ക്കുക. 999 ഇത് 2 കുറച്ചാൽ 997 കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സമാന്തര ശ്രേണി കിട്ടി. അതായത് 7 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണിയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ xn - x1 / d + 1 ആണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ അവസാനത്തെ പദം xn അത് 997 മൈനസ് ആദ്യ പദമാണ് x1 അത് 101 ആണല്ലോ. 101 ഭാഗം d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. അതായത് ഇതിൽ ഏത് സംഖ്യ തൊട്ട് പുറകിലത്തെ സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ. ഇവിടെ നമുക്കത് 7 ആണ്. അപ്പൊ 7 നമ്മൾ അവിടെ എഴുതി +1. ഇനി ഈ +1 ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ഇത്രയും ഭാഗം ആദ്യം ചെയ്യും. 997 101 കുറയ്ക്കുക. 997 101 കുറച്ച് എന്തോ കിട്ടും? 6 9 8 896 കിട്ടും. അപ്പൊ 896/7 +1. ഇനി 896നെ 7 കൊണ്ട് ഡിവിഷൻ ചെയ്ത് 128 കിട്ടും. 128 ഇത്രയുമാണ്. +1 ലാസ്റ്റിൽ എഴുതുക. അപ്പൊ നമുക്ക് എന്താ കിട്ടി? 129. അപ്പൊ നമ്മുടെ ഈ പദം ഈ ശ്രേണിയുടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 129 ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം.